വലിയൊരു മലയുടെ അടിവാരത്താട്ടോ. ഇതേ കാണുന്ന നമ്മുടെ പുത്തേട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, മൂലമരത്തിനടുത്തുള്ള പുത്തേടെ. അവിടെയാണ് നമ്മുടെ ഈ കല്ലുവാഴയുള്ളത്. കല്ലുവാഴ കൊല വെട്ടാൻ പോകാട്ടോ. ഈ കാണുന്ന വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്ന് ഈ കാണുന്ന വരക്കെട്ടിക്കൂടെ കിട്ടിയ കൊലയുടെ പഴം കണ്ടോ. ഇവിടെയൊക്കെ നമ്മൾ വെട്ടി സെറ്റാക്കി കൊണ്ടുവരിക കേട്ടോ. കണ്ടോ, എൻ്റെ കയ്യിൽ 2 ഉണ്ട്. മനു, ഇത് ധാരാളം കല്ലുവാഴ വിത്ത് മനുവിൻ്റെ കയ്യിലുണ്ടല്ലോ. ഇത് ഇതിനെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഈ കല്ലുവാഴ വിത്തുകളുണ്ടല്ലോ, നമ്മള് കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ നടാനും. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കാനുമായിട്ട് വെച്ചേക്കുന്ന വാഴവിത്താണ് കേട്ടോ. ഇതുണ്ടോ. ഹായ് ഹലോ, വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ പ്രിയ സുഹൃത്ത് മനു ആട്ടോ. മനു, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാ പറഞ്ഞേ? ഇന്ന് നമ്മളുണ്ടല്ലോ വാഴകളുടെ രാജാവായ കല്ലുവാഴ വെട്ടാനായിട്ട് പോവാണ്. വലിയൊരു പാർക്കെട്ടൊക്കെ കയറി. അയ്യോ, അങ്ങോട്ടൊക്കെ പോണല്ലേ. അപ്പൊ ഇത് റിസ്ക് ഉള്ള നമ്മുടെ വീഡിയോ ആണെന്ന്. തീർച്ചയായിട്ടും റിസ്ക് ഉള്ള വീഡിയോ ആണ്. കാടും മേടും ഒക്കെ കയറി നമ്മൾക്ക് ഇന്ന് പോവാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കല്ലുവാഴയൊക്കെ വെട്ടി കൊണ്ടുവന്ന് സെറ്റാക്കി ഫുൾ പ്രോസസ്സിങ് നമുക്ക് വഴിയെ കാണാം. അപ്പൊ വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ കല്ലുവാഴക്കൊല വെട്ടാൻ പോവാട്ടോ. ഒരു വലിയ വരക്കെട്ടിനകത്താണ് ഈ കല്ലുവാഴ നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഒന്ന് കാല് തിന്നിയാൽ താഴെ പോകുന്ന വലിയ വരക്കെട്ടിലാട്ടോ ഈ കല്ലുവാഴ നിൽക്കുന്നത്. നമ്മൾ കല്ലുവാഴ ഇവിടെ നോക്കിയാൽ കാണാവേ. നമ്മൾ അങ്ങോട്ട് പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വെട്ടാൻ പോകുന്ന കല്ലുവാഴ. നല്ല താമരയുടെ ആകൃതിയിലുള്ള കേട്ടോ ഇതിന്റെ കൂമ്പിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെട്ടാനുള്ള പരിപാടികളൊക്കെ നോക്കാം. വലിയൊരു മലയുടെ അടിവാരത്താട്ടോ. ഇതേ കാണുന്ന നമ്മുടെ പുത്തേട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, മൂലമരത്തിനടുത്തുള്ള പുത്തേടെ. അവിടെയാണ് നമ്മുടെ ഈ കല്ലുവാഴയുള്ളത്. അപ്പം ഞാനും മനുവും കൂടെ അങ്ങ് വെട്ടാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വെട്ടാനുള്ള കല്ലുവാഴയുടെ അടുത്ത് തിരിക്കുക കേട്ടോ. വലിയ തടയാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഈ വെട്ടാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കയറൊക്കെ വലിച്ച് കെട്ടിയിട്ട് വേണം, താഴ്പോകാത്ത രീതിയിൽ വേണം നമുക്ക് കെട്ടാനായിട്ട്. നമ്മളങ്ങനെ കയറൊക്കെ വലിച്ച് കെട്ടി. കല്ലുവാഴ തടയുന്നതുണ്ടോ, വെള്ളം തുള്ളി തുള്ളിയായിട്ട് സ്പീഡിൽ ചാടുന്നുണ്ടോ. അത്രയ്ക്കും വെള്ളമാണ് കേട്ടോ ഈ നമ്മുടെ ഈ തടയിലൊക്കെ ശേഖരിച്ച് വെച്ചേക്കുന്നത്. ഇതിലെല്ലാം വെള്ളമാണ്. ഈ പാറപ്പുറത്തല്ലേ നമ്മൾ നിൽക്കുന്നത്, ഇങ്ങനെ കട്ടിയായ പാറപ്പുറത്തായി നിൽക്കുന്നത്. ഇതിന് നല്ല ജലത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ തടകളിലാണ് ഇതെല്ലാം ശേഖരിച്ച് വെച്ചേക്കുന്നത്. നമ്മൾ വെട്ടാൻ തുടങ്ങിയപ്പോഴേ ചാടുന്നുണ്ട്, നിർത്താതെ ചാടുന്നുണ്ടോ വെള്ളം. അപ്പൊ ഇതിന് കുറച്ചും കൂടെ ഉണ്ട്. ഇത് ശ്രദ്ധയോടെ മട വെച്ച് നമ്മൾ വെട്ടുവാണ്. അങ്ങനെ നമ്മുടെ കൊല നമ്മുടെ കയ്യിൽ കിട്ടി കേട്ടോ. അതെനിക്ക് നല്ല പഴുത്ത കൊലയാണ്. പകുതി എണ്ണം പഴുത്ത നിലത്തേക്ക് പോയി നമ്മൾ വെട്ടി ഇറക്കിയ സമയത്ത് തന്നെ. അങ്ങനെ നമ്മൾ ഏറെ പണിപ്പെട്ട് നമ്മുടെ കല്ലുവാഴക്കൊല വെട്ടിയെടുത്തു കൂട്ടോ. നല്ല നീട്ടമാണ് ഇതിന്റെ തണ്ടിന്. പോയി കണ്ടോ, നന്നായിട്ട് പഴുത്തിരിക്കുകയാണ്. ഇതുണ്ടോ, നല്ല കല്ലുവാഴ പഴുത്ത് കണ്ടോ, ഓരോന്നോരോന്ന് താഴേക്ക് വീഴുന്നു കേട്ടോ. ഇതിന്റെ കായൊക്കെ നമുക്ക് കാണാം അല്ലേ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കല്ലുവാഴയൊക്കെ നമ്മൾ വെട്ടി സെറ്റാക്കി കൊണ്ടുവരിക കേട്ടോ. കണ്ടോ, എൻ്റെ കയ്യിൽ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാറക്കെട്ട് കൂടെ കയറി നടന്നു വരും കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി ക്ലീൻ ചെയ്യാം കേട്ടോ. ആയിട്ട് മഴ പെയ്യുമ്പോൾ കുത്തി ഒലിച്ചു വരുന്ന ഇലപ്പള്ളിത്തോട്ടിൽ കൂടെ കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളങ്ങനെ കല്ലുവാഴയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നു. ഇനി നമ്മളിത് ഈ തോട്ടിൽ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വരക്കെട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന കല്ലുവാഴകൾ നമ്മൾ സേഫ് ആയിട്ട് തോടിന്റെ സൈഡിൽ വെക്കുക കേട്ടോ. ഇനി വേണം ബാക്കി പരിപാടിയിലോട്ട് കിടക്കാനായിട്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. കല്ലുവാഴപ്പഴം നമ്മൾ ഇരിഞ്ഞെടുത്തിരിക്കുക കേട്ടോ. വലിയ പഴമാണേ. നമുക്കിത് ധാരാളം കായകളുണ്ട്. പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കണം. നമുക്ക് അതിനുള്ള പ്രോസസ്സിലോട്ട് കിടക്കാം. ഈ കൊലയിന്ന് കായകളെല്ലാം നമ്മൾ ഇരിഞ്ഞിട്ടു കേട്ടോ. നമുക്ക് ഈ പഴം ഒന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, നമുക്ക് ഇതിനകത്ത് എത്ര വിത്തുണ്ടെന്ന് നോക്കിയാലോ. വാഴപ്പഴത്തേന്ന് വേണ്ട ഇത്രയും കഴുകിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് എണ്ണി നോക്കിയാലോ എത്ര ഉണ്ടെന്ന്. 2, 4, 5, 6, 7, 8, 34, 35, 36 നമുക്ക് കിട്ടിയിട്ടോ. ഇനി നമുക്കിത് മൊത്തം കഴുകിയെടുക്കാം. നമുക്ക് ഈ പഴം കഴുകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് ഉരിഞ്ഞ് കളയാം കേട്ടോ. മീൻസ് നമ്മളെ തൊലിയെല്ലാം ഉരിച്ച് കളഞ്ഞു കേട്ടോ നമ്മുടെ ഈ പഴത്തിൻ്റെ. നമുക്കിനി ഇത് വെള്ളത്തിൽ മുക്കി നമുക്കിത് അടർത്തിയെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിത് കഴുകിയെടുക്കും കേട്ടോ.
കല്ലുവാഴ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യം കൂടിയാണ് കേട്ടോ. നമ്മൾ മാക്സിമം ഇതിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുണ്ട് ഇതുപോലെയുള്ള വിത്തുകളൊക്കെ നട്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കുക. ഇതുണ്ടോ അപ്പൊ നമ്മൾ വിത്തൊക്കെ അത്യാവശ്യം കഴുകി റെഡിയാക്കി. ഇതാണ് നമ്മുടെ വിത്ത്. ഉണ്ടോ ഇത് നമ്മൾ വിത്തൊക്കെ കഴുകി റെഡിയാക്കി. ഫ്രണ്ട്സ്, നമ്മൾ കഴുകിയെടുത്ത് നമ്മുടെ കല്ലുവാഴ വിത്ത് ഇതാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്ന നമ്മുടെ നാട്ടിൻപുറത്തുകൾക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന സാധനമാണ് ഈ കല്ലുവാഴ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ കയറുന്ന പാറക്കെട്ടല്ലേ, അതുപോലെ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു സാധനമാണ് ഈ കല്ലുവാഴ എന്ന് പറയുന്നത്. ഇത് പലതരം മെഡിസിൻ വാല്യുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈ കിഡ്നി സ്റ്റോൺ പോലുള്ളവയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടിട്ടുണ്ട്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ പഴങ്ങളുടെ രാജാവാണ് നമ്മുടെ ഈ കല്ലുവാഴ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വീടുകളിൽ ഒരെണ്ണമൊക്കെ നമ്മൾ വളർത്തുവാണെങ്കിൽ നമ്മുടെ പലതരം ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു കാ നമുക്ക് പൊടിച്ചു നോക്കാം, അതിന്റെ അകത്ത് എന്നാ ഉള്ളത് നമുക്കറിയാം. കല്ലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് പണ്ട് കാലങ്ങളിൽ ഈ പൊടിയായിരുന്നു പാലിനകത്തൊക്കെ ഇട്ട് കിഡ്നി സ്റ്റോണിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ആ മനു, ഇത് ധാരാളം കല്ലുവാഴ വിത്ത് മനുവിന്റെ കയ്യിലുണ്ടല്ലോ. ഇത് ഇതിനെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഈ കല്ലുവാഴ വിത്തുകളുണ്ടല്ലോ, നമ്മള് കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ നടാനും. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളാരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കാനുമായിട്ട് വെച്ചേക്കുന്ന വാഴവിത്താണ് കേട്ടോ. ഇതുണ്ടോ ഒറ്റക്കൊട്ട വാഴവിത്ത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്ലുവാഴ വിത്ത് വേണമെങ്കിൽ ഞാൻ മനുവിന്റെ നമ്പർ താഴെ കൊടുത്താൽ കേട്ടോ, സ്ക്രീനിൽ കൊടുത്താൽ. അതുപോലെ നമ്മുടെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തേക്കാം. അപ്പോൾ വേണ്ടവർ മനുവായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, ഇത് ഈ പഴുക്കാനുള്ള കല്ലുവാഴ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കല്ലുവാഴയുടെ വിശേഷങ്ങൾ. നമ്മൾ വരക്കെട്ടിക്കൂടൊക്കെ പോയി കല്ലുവാഴയൊക്കെ വെട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിച്ചില്ലേ. അപ്പം ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.